ഹലോ. അപ്പം സീസൺ തുടങ്ങിയ ടൈം തന്നെ അതായത് ചെന്നൈയുടെ IPL ലേലം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഏകദേശം ഇതിന് മുന്നുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു. അതായത് ചെന്നൈയുടെ ബോളിംഗാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക് എന്ന് പറയുന്നത്. കാരണം ബാറ്റിങ്ങിൽ അവർക്ക് പേര് കേട്ട ഒത്തിരി കളിക്കാരുണ്ട്. അവരൊക്കെ ജസ്റ്റ് ഒന്ന് ഓരോ കളി അല്ലെങ്കിൽ 2 കളി ഫോമിലേക്ക് വരേണ്ട താമസം മാത്രമേ ഉള്ളൂ റണ്ണ് കയറി വരാനായിട്ട്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച പോലെ തന്നെ ചെന്നൈയുടെ കളികളിലെല്ലാം റണ്ണ് വരുന്നുണ്ട്. പക്ഷേ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എയർലി ബ്രേക്ക് ത്രൂ എടുക്കാനായിരുന്നു സാധിക്കാണ്ടിരുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പം നമുക്ക് ചെന്നൈയുടെ ഒരു പ്രധാന സ്ട്രൈക്ക് ബോളറായ പവർ പ്ലേയിൽ അവരുടെ ഏറ്റവും ഈ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബോളിംഗ് നിരയിൽ നമുക്കൊരു അണ്ടർ റേറ്റഡ് അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ബോളർ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബോളറാണ് ഖലീൽ അഹമ്മദ്. അപ്പം നിങ്ങൾ ഓർക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഖലീൽ അഹമ്മദിൻ്റെ പേര് ഇവിടെ പ്രത്യേകം പറയുന്നതെന്ന്. അപ്പം നമ്മൾ വിക്കറ്റ് ലിസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ വിക്കറ്റ് ടാലി തന്നെ ഓപ്പൺ ആയത് ലാസ്റ്റ് കളിയിലാണ്. അതായത് ഓർക്കണം, ഏകദേശം ചെന്നൈയുടെ 4ാമത്തെ മാച്ചിലാണ് പുള്ളിക്ക് ഒരു വിക്കറ്റ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കളി മുതൽ, അതായത് ആദ്യത്തെ കളി രാജസ്ഥാനെതിരെയായിരുന്നു. അപ്പം ചെന്നൈ ചെറിയ സ്കോറിൽ ഓൾ ഔട്ടായി. അത് കഴിഞ്ഞ് ചേസ് ചെയ്യാൻ ഇറങ്ങിയപ്പം വൈഭവ് സൂര്യവംശിയും ജയ്സ്വാളും കൂടെ അത്യാവശ്യം നല്ല തുടക്കം തന്നെയാണ് നൽകിയത്. അപ്പം അങ്ങനത്തെ ഒരു കളിയിൽ പുള്ളിക്കെതിരെ രാജസ്ഥാനെതിരെ 3 ഓവറിൽ 17 റൺസാണ് പുള്ളി വഴങ്ങിയത്. അപ്പം എക്കോണമി ഈസ് അണ്ടർ 6. പിന്നെ രണ്ടാമത്തെ കളി പഞ്ചാബിനെതിരെ. അപ്പോൾ പഞ്ചാബിനെതിരെ 200 ഓട് ചേസ് ചെയ്യേണ്ടിയിരുന്നു പഞ്ചാബിന്. അപ്പം ആ ഒരു ടൈമിലാണെങ്കിലും ഓപ്പണേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വന്ന ബാറ്റ്സ്മാൻമാരാണെങ്കിലും, കാരണം അതുകൊണ്ടാണല്ലോ അവർ 200 ചേസ് ചെയ്തത്. അപ്പം അങ്ങനെ വരുമ്പോഴും ആ ഒരു കളിയിലും പുള്ളിക്ക് 3 ഓവറിൽ 28 റൺസാണ് ആകെ കിട്ടിയിരിക്കുന്നത്. പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കളിയിലും വിക്കറ്റ് എടുത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ എന്നാലും അത്രയും ഒരു റണ്ണ് വന്ന കളിയിലാണ് ഈ 2 സ്കോർ എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്ത കളി ബാംഗ്ലൂരിനെതിരെയുള്ള കളി നമുക്കറിയാം. ബാംഗ്ലൂർ 250 സ്കോർ ചെയ്താണ്. അത് ചിന്നസ്വാമി പോലുള്ളൊരു ചെറിയ ഗ്രൗണ്ടിൽ അതിൻ്റെ ഡൈമെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പം അവിടെയും പുള്ളി മികച്ചിരുന്നു. ഒറ്റ പ്രശ്നം, വീണ്ടും വിക്കറ്റ് എടുത്തില്ല. അപ്പം അവിടെ എന്ന് പറയുന്നത് 4 ഓവറിൽ 37 റൺ. ബാക്കിയുള്ള പുള്ളിയുടെ കൂടെയുള്ള ലിസ്റ്റിലുള്ള ബോളേഴ്സ്, അപ്പം ബാക്കി മേജർ ബോളേഴ്സിൻ്റെ ഒക്കെ എക്കോണമി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അവിടെയും പുള്ളിയുടെ എക്കോണമി റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് എക്കോണമി റേറ്റ് ഫോർ ഖലീൽ അഹമ്മദ്. പിന്നെ DC-ക്കെതിരെയുള്ള ലാസ്റ്റ് കളിയിൽ അതിലാണ് പുള്ളിയുടെ എക്കോണമി കുറച്ച് എങ്കിലും കൂടിയത്. പക്ഷെ അപ്പോൾ ഒരു ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ കളിയിൽ ഒരു വിക്കറ്റ് എടുത്തു. അതായത് 3 ഓവേഴ്സ് 40 റൺസ് ആൻഡ് വിക്കറ്റ്. അപ്പം അങ്ങനെയാണ് ഖലീൽ അഹമ്മദിൻ്റെ ആ ഒരു സ്റ്റാറ്റ്സ് പറയുന്നത്. അപ്പം മൊത്തത്തിൽ ഈ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ചെന്നൈ ബോളിംഗ് നിരയിൽ മൊത്തത്തിലൊരു മികച്ചു നിൽക്കുന്ന ഒരു ബോളറിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൾ ഖലീൽ അഹമ്മദ് തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഓർക്കും ജാമിയ ഓട്ടൻ്റെ കാര്യം. ജാമിയ ഓട്ടൻ ലാസ്റ്റ് കളി 4 വിക്കറ്റ് എടുത്തു. ഓക്കെ, 4 വിക്കറ്റ് എടുത്തു. അപ്പോൾ അതിന് മുന്നത്തെ കളിയിൽ പുള്ളിയുടെ എക്കോണമി റേറ്റ് ഏകദേശം ക്ലോക്ക് ചെയ്യുന്നത് പെർ ഓവർ 14 റൺസ് വെച്ചിട്ടാണ്. ഓക്കെ, പക്ഷേ ആ ഒരു കളിയിലെല്ലാം പുള്ളി ബാറ്റ് വെച്ചിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്തു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനത് പുള്ളി ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ DC ആയിട്ടുള്ള കളി വന്നപ്പോഴത്തെ ലാസ്റ്റ് കളിയിൽ പുള്ളി 4 വിക്കറ്റ് എടുത്ത് ബോളിങ്ങിലും പുള്ളിയുടെ ഒരു ഹാൻഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്കെന്തായാലും മുന്നോട്ടുള്ള ചെന്നൈയുടെ കളി കൂടുതൽ പ്രതീക്ഷ വെക്കാം. കാരണം ഇതുപോലുള്ള ബോളേഴ്സ് എല്ലാവരും നല്ല ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്റ്സ്മാൻമാർ ഓൾറെഡി ഒരു 200+ സ്കോർ ഇന്ത്യയോടുകൂടി കളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇനി വരുന്ന കളികളിൽ ചെന്നൈക്ക് ജയിക്കാൻ പറ്റും. വീണ്ടും ടേബിളിൽ ടോപ്പിലേക്ക് നീങ്ങാൻ പറ്റും. താങ്ക് യു.